ഹലോ കൂട്ടുകാരെ, അപ്പോൾ അവലുള്ളിക്കൊക്കെ കഴിച്ചിട്ടോ. ഇനി നമുക്ക് അടുത്തത് ലേശം പുളിയിഞ്ചി ഉണ്ടാക്കാം കേട്ടോ. നാളേക്ക് ഓർഡർ ഉണ്ട്, അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് ഞാൻ ഇവിടെ കാണിച്ചു തരാം, എന്താ വേണ്ടതെന്ന് പറയാം. അപ്പോൾ അതിക്ക് വേണ്ട ഇത് ഞാൻ പറയാം കേട്ടോ. ഇത് പച്ചമുളക്, കറിവേപ്പില, ഒരു ലേശം 2 ലേശം ഇഞ്ചിട്ടാ. ഇത് കറുത്ത എള്ള് വറുത്ത് പൊടിച്ചത്. ഇത് പച്ചക്കടുക് പൊടിച്ചത്, പച്ചക്കടുക് കേട്ടോ. ഇത് ഉഴുന്ന് പരിപ്പ്. ഇത്രയാണ് വേണ്ടത്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇത് പുളിങ്ങ നമ്മൾ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 500 പുളി കേട്ടോ. 1/2 കിലോ പുളിയെ 1/2 കിലോ പുളി എടുത്തിട്ട് നല്ലവണ്ണം നമ്മൾ കുറച്ച് വെള്ളത്തിൽ നല്ലവണ്ണം പിഴിഞ്ഞിട്ട് നമ്മൾ ഇതിക്ക് ഒഴിച്ചിട്ട് നല്ല തിളപ്പിച്ച് നമ്മൾ കുറുക്കണം കേട്ടോ പുളി. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇടുക, ലേശം മുളക് പൊടി ഇടുക കേട്ടോ, ലേശം ഉപ്പ് ഇടണേ. എന്നിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ടൊന്ന് കുറുകി വരണേ. അപ്പോൾ നമ്മളെ പുളി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഇതാക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ ഒന്ന് കുറുകണേ. നല്ലോണം കുറുകും ചെയ്യരുത്. നല്ലോണം കുറുകിയിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മളെ പൊടികളൊക്കെ ഇടുമ്പോൾ കട്ടയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 750-800 ശർക്കര കേട്ടോ. ശർക്കര പാനിയാക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അതിൽ വല്ല കല്ലും ഇതൊക്കെ ഉണ്ടാവില്ലേ, പൂഴികളൊക്കെ ഉണ്ടാവില്ലേ. അവിടെ ഞാൻ പാനിയാക്കിയിട്ടുണ്ടേ. പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ പുളിയിഞ്ചി ഇളക്കണം കേട്ടോ. അതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ ഉണ്ടോ നോക്കി, ഇങ്ങോട്ട് നോക്കി ഒന്ന് ഹായ് പറ. ഹായ് ടാറ്റ ഹായ്. അപ്പം നമ്മൾ ശർക്കര ഒഴിച്ചിട്ട് ഇതാത് കുറുകി വന്നിട്ടുണ്ട് പുളി കേട്ടോ. ഇനി നമ്മളിതിക്ക് കറുത്ത എള്ള് കേട്ടോ, എള്ള് പൊടിച്ചതാണ് ഇടുന്നത്. എള്ള് പൊടിച്ചതിട്ടിട്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കണം കേട്ടോ. ഇതിലേക്ക് നല്ലോണം യോജിപ്പിക്കണം. കട്ട ഉണ്ടാകാൻ പാടില്ല. കട്ട നല്ലോണം ഉടച്ച് ശർക്കര നല്ല വേണ്ടി വരും കേട്ടോ. പുളി ഉള്ളതിനനുസരിച്ച് നല്ല പുളി ഉണ്ടായാൽ നല്ല ശർക്കര വേണം കേട്ടോ. അതിക്ക് ഞാൻ ഇപ്പോൾ എടുത്ത പുളിക്ക് നല്ല പുളി ഉണ്ടായേ, പക്ഷേ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം. അതേമാതിരി അപ്പോൾ ഇതിലൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയേ. എന്താ പറയുക, നമ്മളത് മലപ്പുറത്തുകാരെ എല്ലാ സ്ഥലത്തും ഉണ്ടോ എനിക്കറിയില്ല. സദ്യക്ക് ഉണ്ടാവും കേട്ടോ പുളിയിഞ്ചി. ഓരോ സ്ഥലത്ത് ഓരോ മാതിരിയാവും കേട്ടോ. ഞങ്ങളിതിൽ ചിലർ ഇഞ്ചിപ്പുളി എന്ന് പറയും, ചിലർ പുളിയിഞ്ചി എന്ന് പറയും, ചിലർ മുളകാപ്പച്ചടി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മുളകാപ്പച്ചടി കേട്ടോ. മലപ്പുറത്ത് ഏത് സദ്യക്ക് പോയാലും വിശേഷ ദിവസം പിറന്നാൾ ഏത് ഇതിന് പോയാലും സദ്യേൻ്റെ ഇതുണ്ടാവും കേട്ടോ. സൂപ്പറാണേ. പിന്നെ അടുത്ത നമ്മൾ ഉഴുന്ന് പൊടിച്ചതാണ് കേട്ടോ. ഉഴുന്ന് വറുത്ത് പൊടിച്ചതാണ്. വെളിച്ചെണ്ണ ഓയിലൊന്നും കൂട്ടരുത് കേട്ടോ. പൊടിക്കുമ്പോൾ നമ്മൾ സാധാരണ ചട്ടിയിൽ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് ചുവക്ക വറുത്തിട്ട് പൊടിക്കുക കേട്ടോ. ഉഴുന്ന് നമ്മളിട്ട്, എള്ളിട്ടു, ശർക്കര ഒഴിച്ച് പാർന്നു പുളിയിൽ. കട്ട കുത്താതെ ഇളക്കണം കേട്ടോ. കട്ട കുത്തിയാൽ ഇതിനി നാളേക്ക് നല്ല കുറുകി വരും കേട്ടോ. ഇന്നിപ്പോൾ നമ്മളിതിങ്ങനെ ആക്കി വെച്ചിട്ട് നാളേക്ക് നമ്മളിങ്ങനെ കുറുകേ. ലാസ്റ്റാണ് കേട്ടോ നമ്മളിതിടുക. കടുക് പച്ചക്കടുക് പൊട്ടിച്ചത് കേട്ടോ ലാസ്റ്റ് ഇടുകയാണേ. അതിട്ടിട്ട് ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മളിതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇത് വറവിടുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായേ കടുകിടുക. കടുക് പൊട്ടിയാൽ ഇഞ്ചി ഇടാം.
അടുത്തത് ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചി ഒന്ന് ചുവന്നനെയാകുമ്പോൾ നമ്മൾ പച്ചമുളകും കറിവേപ്പില ഇടാം കേട്ടോ. പച്ചമുളക് കറിവേപ്പില ഇടുകയാണ്. ഇഞ്ചി ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം പച്ചമുളക് കറിവേപ്പിലൊക്കെ വാടിയുണ്ട്. ഇഞ്ചിയൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകാ പച്ചടി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി അങ്ങനെയും പറയും. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് ഇതേമാതിരി ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ മുളകാ പച്ചടി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവേ, നമ്മളെ ചെറിയ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങൾ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. ഇനി ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ. അതായത് ഇത് ഞങ്ങൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി വെച്ചതാട്ടോ. അത് നാളേക്ക് ഒരു പരിപാടിക്ക് മഞ്ചേരിക്ക് കൊടുത്തേക്കുള്ളതാണ്. 8 കിലോന് കേട്ടോ. അപ്പോൾ നാരങ്ങ ഉണ്ടാക്കി വെച്ചാണെങ്കിൽ ഇത് പാക്ക് ചെയ്യണം എന്നിട്ടാണ് കിടക്കാൻ. അത്രയും ടയേർഡാണ് കേട്ടോ ഇപ്പം തന്നെ. പിന്നെ എല്ലാവരും ഇപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം, ലൈക്കും വേണം, ഷെയറും വേണം കേട്ടോ എനിക്ക്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. നാളെ കാണാവേ.